ബോറിംഗ് ആയിട്ടുള്ള എന്ത് കാര്യവും ഒരുപാട് തവണ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താലാണ് അത് ചെയ്യാനുള്ള മടി മാറി വരും എന്നാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത്. കാര്യം ഈ ജിമ്മിൽ പോകുന്ന പണിയും ഇപ്പൊ എനിക്ക് കുറച്ചുകൂടി ഈസിയായി വരുന്നുണ്ട്. രാവിലെ എഴുന്നേൽക്കാനും സമയത്ത് ജിമ്മിലെത്താനൊക്കെ പണ്ടത്തേക്കാൾ കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ടുണ്ട്. ജിമ്മിൽ ചെന്ന് കുറച്ചു നേരം വാമപ്പ് ചെയ്ത് പിന്നെ കുറച്ചു നേരം ട്രെഡ്മില്ലിൽ ഓടി, അത് കഴിഞ്ഞ് കുറച്ചു നേരം ലിഫ്റ്റും കൂടി ചെയ്ത് ഇന്നത്തെ സെഷൻ അവസാനിപ്പിച്ച് ജിമ്മിൽ നിന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിൽ വന്ന് വൈഫിനെ ഡ്രോപ്പ് ചെയ്യാൻ പീസ് വാലിയിലേക്ക് പോയി. വൈഫ് ഇവിടെ സ്പീച്ച് തെറാപ്പിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. കല്യാണത്തിന് മുമ്പ് എനിക്കും ഇങ്ങനെ ഒരു പൊസിഷനെ കുറിച്ച് അറിയില്ലായിരുന്നു. പക്ഷെ അത് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് എന്നും ഓരോ മാതാപിതാക്കളും ഈ പൊസിഷനെ കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നും പിന്നീട് ഏതെങ്കിലും ഒരു വീഡിയോയിൽ നമുക്ക് പറഞ്ഞുതരാം. തിരിച്ച് വീട്ടിലെത്തിയതിനു ശേഷം ഫ്രഷ് ആയി ഷോപ്പിലേക്ക് പോകാൻ ഇറങ്ങി. ഇന്ന് ഞാൻ പോകുന്നത് ചെറുവട്ടൂരുള്ള ഷോറൂമിലേക്കാണ്. ഇന്ന് വൈകിട്ട് നമുക്ക് കുറച്ച് പണിയുണ്ട്, അതാണ് ഇന്ന് ചെറുവട്ടൂർ ഷോറൂമിൽ ഇരിക്കാന്ന് വിചാരിച്ചത്. രാവിലെ ഷോറൂമിലെത്തി കുറച്ച് നേരം അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ നോക്കി, പിന്നെ കുറച്ച് നേരം ഷോറൂമിന്റെ യൂഷ്വൽ പരിപാടികളൊക്കെ ആയിട്ടിരുന്നു. പിന്നെ ലഞ്ച് ടൈം ആയപ്പോൾ വീണ്ടും വൈഫിനെ പോയി പീസ് വാലിയിൽ നിന്ന് പിക്ക് ചെയ്ത് വന്നു. ഞാനും വീട്ടിൽ വന്ന് ലഞ്ച് കഴിച്ചു. ചെറുവട്ടൂർ ഷോറൂമിൽ ഇരിക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട്. തിരിച്ച് ഷോറൂമിൽ വന്ന് കുറെ നേരം വീണ്ടും ഷോറൂമിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു. വൈകുന്നേരം ആയപ്പോൾ ഇറങ്ങി നേരെ ഗോഡൌണിലേക്ക് പോയി. ഇന്ന് നമ്മൾ ഈ ഗോഡൌണിലെ സ്റ്റോക്ക് ചെക്ക് ചെയ്യാണ്. ടൈൽ ബിസിനസ് നടത്തേണ്ട ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടുകളിൽ ഒന്നാണ് സിസ്റ്റം സ്റ്റോക്കും നമ്മുടെ ഗോഡൌണിലുള്ള ആക്ച്വൽ സ്റ്റോക്കും കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്. ഗോഡൌൺ സ്റ്റാഫും പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി പല ഡിപ്പാർട്ട്മെന്റ് ആയിട്ടിരുന്ന് നമ്മുടെ ഫിസിക്കൽ സ്റ്റോക്കും സിസ്റ്റത്തിലുള്ള സ്റ്റോക്കും നമ്മൾ ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്തു. സ്റ്റോക്ക് ചെക്കിംഗ് കഴിഞ്ഞപ്പോഴേക്കും 8:30 അപ്പോഴേക്കും നല്ല ടയേർഡുമായി. അങ്ങനെ ഇന്നത്തെ ദിവസം അവസാനിപ്പിച്ച് ഞാൻ വീട്ടിലേക്ക് ഇറങ്ങി. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.